സംസ്ഥാനം ഭരിച്ച LDFും UDFും അഴിമതിയുടെ കാര്യത്തിൽ വ്യത്യസ്തരല്ലെന്ന് പറഞ്ഞ് അമിത്ഷാ കയ്യടി വാങ്ങി. മോദി സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണം പോലും ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ CJP ബന്ധം മറന്നുപോയാണ് സ്വർണ്ണക്കടത്ത് വിഷയം അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം വേദിയിൽ പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് പിണറായി വിജയൻ സ്റ്റേറ്റ് സ്പോൺസേർഡ് അഴിമതി നടത്തിയെന്നാണ് ആരോപണം. അടുത്ത വർഷത്തോടെ രാജ്യം മാവോയിസ്റ്റ് മുക്തമാകുമെന്നും അദ്ദേഹം പറയുന്നു. സ്വർണ്ണ കള്ളക്കടത്ത് വിവാദങ്ങൾ 5 വർഷം മുമ്പ് ചർച്ച ചെയ്യുമ്പോഴും കേരളത്തിലും അങ്ങ് കേന്ദ്രത്തിലും ഇവരൊക്കെ തന്നെയാണ് ഭരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴാണ് അമിത്ഷായ്ക്ക് ബോധോദയം ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർമ്മ വരുത്താൻ വേണ്ടിയിട്ട് CJP ഒന്നും ബന്ധമില്ല എന്ന് പറയാനും ഇപ്പോൾ വേണ്ടി അമിത്ഷാ കിടന്ന് പ്രയാസപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ വന്ന് പണ്ട് നടന്ന കേസിൽ അന്നൊന്നും മിണ്ടാതെ ഇപ്പോൾ മിണ്ടുന്നത്. വികസിത കേരളത്തിനായി BJPയെ ജയിപ്പിക്കേണ്ട സമയമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാദം ഇതാണ്. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരളത്തിൽ അധികാരത്തിലെത്തുമെന്നാണ് അമിത്ഷായും BJPയും വിലയിരുത്തുന്നത്. കേരളത്തിലെ BJPയുടെ ഭാവി ശോഭനവും കരുത്തുറ്റതുമാണ്. 15 വർഷമായി കേരളത്തെ വീക്ഷിക്കുന്നുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയം മനസ്സിലാകുന്നു. BJPയുടെ ലക്ഷ്യം കേരളത്തിന്റെ വികസനമാണെന്നും CPMന്റെ ലക്ഷ്യം അണികളുടെ വികസനമാണെന്നും അദ്ദേഹം പരിഹസിച്ചു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനും പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുത്തരിക്കണ്ടത്ത് മൈതാനത്താണ് BJP വാർഡ് തല നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം സംസാരിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 25% മുകളിൽ വോട്ട് സംസ്ഥാനത്ത് BJP നേടും. BJP ഇല്ലാതെ വികസിത കേരളം ഉണ്ടാകില്ല. കേരളം LDFനും UDFനും നിരവധി അവസരങ്ങൾ നൽകി. ആക്രമണവും അഴിമതിയും പ്രീണനവുമാണ് തിരികെ നൽകിയത്. കേരളത്തിൽ തഴച്ചു വളരുന്ന മത തീവ്രവാദ രാഷ്ട്രീയത്തിന് തടയിട്ടത് നരേന്ദ്രമോദി സർക്കാരാണ്. PFIക്കെതിരെ എന്ത് നടപടിയാണ് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ എടുത്തത്? മാറ്റം വേണമെങ്കിൽ BJPയെ വിജയിപ്പിക്കണം. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച നടപടി ചൂണ്ടിക്കാട്ടിയായിരുന്നു അമിത്ഷായുടെ പ്രസംഗം. विदेश गए हैं, उनको मालूम पड़ना चाहिए തിരുവനന്തപുരം में भाजपा वाले इकट्ठा हुए हैं. പിണറായി വിജയൻ വിദേശത്ത് പോയിരിക്കുകയാണ്. അവിടെ ഇരിക്കുന്ന മുഖ്യമന്ത്രിക്ക് മനസ്സിലാകണം ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വലിയ സമ്മേളനം നടക്കുന്നു എന്ന്. दोनों हाथ उठाइए जरा. രണ്ട് കൈയും എല്ലാവരും ഉയർത്തിപ്പിടിക്കുക. विकसित केरलम के संकल्प की मुट्ठी भींचिए. വികസിത കേരളത്തെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് और प्रचंड आवाज से बोलिए भारत माता की जय, भारत माता की जय, भारत माता की जय. जिस आधार पर विकसित केरलम की कल्पना हम करते हैं उसके मूल में मोदी जी के 3 सिद्धांत हैं. पहला, करप्शन बगैर का गवर्नेंस. ഏത് അടിസ്ഥാനത്തിലാണോ നാം വികസിത കേരളം എന്ന സങ്കല്പം മുന്നോട്ട് വെക്കുന്നത് അതിന്റെ അടിസ്ഥാനം എന്നുള്ളത് നരേന്ദ്രമോദി മുൻപോട്ടേക്ക് വെക്കുന്ന 3 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തേതാണ് അഴിമതിരഹിത ഭരണം. दूसरा, सरकारी योजनाओं में कोई भेदभाव नहीं होगा. വിവേചനമില്ലാതെ സർക്കാർ പരിപാടികളുടെ നടപ്പാക്കൽ. और तीसरा, वोट बैंक पॉलिटिक्स से ऊपर उठकर केरल के विकास की संकल्पना. പ്രീണന രാഷ്ട്രീയം അവസാനിപ്പിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം അവസാനിപ്പിച്ചുകൊണ്ടുള്ള വികസനം. भाइयों बहनों, कम्युनिस्ट पार्टी और भाजपा दोनों केडर बेस्ड पार्टी. CPMഉം BJPയും കേഡർ സ്വഭാവത്തിലുള്ള പാർട്ടികളാണ്. मगर दोनों में बहुत बड़ा अंतर है. कम्युनिस्ट पार्टी के लिए केरल का विकास इसके ऊपर केडर का विकास है. പക്ഷേ രണ്ടും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം ഭാരതീയ ജനതാ പാർട്ടി ലക്ഷ്യം കേരളത്തിന്റെ വികസനമാണ് എങ്കിൽ CPMന്റെ ലക്ഷ്യം അവരുടെ അണികളുടെ വികസനം മാത്രമാണ്. और भारतीय जनता पार्टी के लिए कैडर के विकास के ऊपर विकसित केरलम है. ഭാരതീയ ജനതാ പാർട്ടി ലക്ഷ്യം എന്നുള്ളത് BJPക്കാരുടെ ലക്ഷ്യത്തിനും ഉപരിയായി ഈ കേരളത്തിന്റെ മൊത്തത്തിലുള്ള വികസനമാണ്. और मित्रों, ये LDF, UDF, LDF
केरल की जनता ने कई साल तक दोनों को मौके दिए, मगर दोनों ने किया क्या? हिंसा, भ्रष्टाचार, वोट बैंकों की निर्मिति, एपीसमेंट और देश विरोधी तत्वों का केरल में पनाहगाह बनाने का काम किया है। പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ജനങ്ങൾ LDF-നും UDF-നും നിരവധി അവസരങ്ങൾ നൽകിയിരുന്നു. പക്ഷേ അവരെന്താണ് തിരിച്ചു നൽകിയത്? അക്രമവും അഴിമതിയും പ്രീണനവും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും എന്നതിനും അപ്പുറത്തേക്ക് ഈ കേരളത്തെ ദേശവിരുദ്ധ നറേറ്റീവുകളുടെ ദേശവിരുദ്ധന്മാരുടെ താവളമാക്കി കൂടി അവർ മാറ്റിയിരിക്കുന്നു. मित्रों, जब PFI की गतिविधि इतनी बढ़ी, मोदी जी ने PFI पर प्रतिबंध डाला। मैं आज पूछना चाहता हूं, जिस धाराओं के तहत मोदी जी ने PFI पर प्रतिबंध किया, वो सारी धाराएं केरल सरकार के पास भी सारी शक्तियां थी। क्यों केरल की लेफ्ट सरकार ने PFI को प्रतिबंधित नहीं किया? और PFI बढ़ता 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 भारत के अन्य हिस्सों में जब गया, तब मोदी जी ने PFI को बैन कर सारे राष्ट्र विरोधी लोगों को जेल की सलाखों के पीछे डालने का काम किया। പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിൽ തഴച്ചു വളർന്ന മതതീവ്രവാദ രാഷ്ട്രീയം, പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടന്ന മതതീവ്രവാദ രാഷ്ട്രീയത്തെ തടയിട്ടത് നരേന്ദ്രമോദി സർക്കാരാണ്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, PFIക്കെതിരെ എന്ത് നടപടിയാണ് ഈ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ എടുത്തതെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. PFIയെ മോദി സർക്കാർ നിരോധിച്ച ശേഷവും കേരളത്തിൽ അവരുടെ പ്രവർത്തനം സജീവമാണ്. പക്ഷേ കേരളത്തിലും അകത്തും പുറത്തുമുള്ള മുഴുവൻ മത തീവ്രവാദികളെയും ജയിലിനകത്ത് പിടിച്ചിടാൻ, ജയിലിലിടാൻ സാധിച്ചത് നരേന്ദ്രമോദിക്ക് മാത്രമാണ്. भाइयों बहनों, आज मैं केरल की जनता को कहने आया हूं, आप परिवर्तन चाहते हैं तो LDF को निकालने के लिए UDF को वोट देते हैं और UDF को निकालने के लिए LDF को वोट देते हैं, मगर दोनों परिवर्तन नहीं कर सकते। अब समय आ गया है कि परिवर्तन करने के लिए, विकसित केरलम बनाने के लिए सीधा भारतीय जनता पार्टी और NDA के लिए वोट करिए। കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടത് മാറ്റമാണെങ്കിൽ LDF-നെ മാറ്റി UDF-നെ മാറ്റി LDF-നെ കൊണ്ടുവരുന്ന പതിവ് അവസാനിപ്പിക്കണം. ഇത് വികസിത കേരളമാണ് നിങ്ങളുടെ സങ്കല്പമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഇതാ സമയമായിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിലെത്തിച്ച് ഒരു വികസിത കേരളം സാക്ഷാത്കരിക്കാനുള്ള സമയം ആകുന്നു. LDF और UDF का ट्रैक रिकॉर्ड भ्रष्टाचारी सरकारों का ट्रैक रिकॉर्ड। ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും പ്രവർത്തനം എന്നുള്ളത് അഴിമതിയുടെ മുൻകാല ചരിത്രമാണ് അവർക്കുള്ളത്. LDF में एक्सक्लूसिव घोटाला, कोऑपरेटिव बैंक का घोटाला, AI कैमरे का घोटाला, लाइफ मिशन का घोटाला, के फोन परियोजना का घोटाला, PPE किट का घोटाला, और अब विजयन जी चिढ़ जाते हैं, मगर मुझे तो कहना चाहिए सोने की तस्करी का घोटाला, स्टेट स्पॉन्सर सबसे बड़ा घोटाला पूरे भारत में। പ്രിയപ്പെട്ടവരെ, LDF-ന്റെ അഴിമതിയെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സഹകരണ ബാങ്ക് അഴിമതി, എക്സാലോജിക് അഴിമതി, ലൈഫ് മിഷൻ അഴിമതി, കെ ഫോൺ അഴിമതി, PPE കിറ്റ് അഴിമതി, അങ്ങനെ നൂറുകണക്കിന് അഴിമതികളാണ് ഇടതുപക്ഷ സർക്കാരുകൾ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ വിദേശത്താണെങ്കിലും ശ്രീമാൻ പിണറായി വിജയനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ രാജ്യം കണ്ട സംസ്ഥാന ഏതെങ്കിലും ഒരു സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള സർക്കാരിന്റെ കാർമ്മികത്വത്തിൽ നടന്ന രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിയാണ് സ്വർണ്ണക്കടത്ത് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. और UDF भी कोई कम नहीं है। बड़े मियां तो बड़े मियां, छोटे मियां भी सुभान अल्लाह। UDF को भी जब भी मौका मिला करप्शन करने में कोई कमी नहीं छोड़ी। मैं 2-3 चीज ही बताना चाहता हूं, क्योंकि उनका तो वाइंडिंग अप का टाइम आ गया है। UDF जब सत्ता में थी, बार रिश्वत कांड,
सोलार घोटाला, पलारीवट्टम पुल घोटाला, अनेक घोटाले यूडीएफ की सरकार ने भी किए हैं और मोदी सरकार के 11 साल हो गए, ऑपोजिशन भी हम पर एक भी घोटाले का आरोप भी नहीं लगा पाया। പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ കോൺഗ്രസുകാര്, UDF-കാര് അവരും അഴിമതിയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. അവർ അഴിമതിയുടെ കാര്യത്തിൽ അളിയനുമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ കാലഘട്ടത്തിലെ ചില അഴിമതികൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. അവരെന്തായാലും അടച്ചുപൂട്ടാൻ പോകുന്ന ഒരു പാർട്ടിയാണ്. അവരുടെ കാലഘട്ടത്തിലാണ് ബാർക്കോഴ, സോളാർ കോഴ, പാലാരിവട്ടം പാലം അഴിമതി തുടങ്ങിയ നിരവധി അഴിമതികൾ അവരുടെ കാലഘട്ടത്തിലാണ് നടന്നിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ 11 വർഷമായി കേന്ദ്രത്തിൽ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം. और भाइयों बहनों, मैं आज आप सबके माध्यम से केरल की जनता को कहने आया हूं, विकसित केरलम का नारा भाजपा एनडीए के अलावे संभव ही नहीं। പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കൂടി ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഭാരതീയ ജനതാ പാർട്ടിയുടെ മുദ്രാവാക്യമായ വികസിത കേരളം സാധ്യമാകണമെങ്കിൽ BJP ഇല്ലാതെ വികസിത കേരളം സാധ്യമാകില്ല. अभी अभी हमने देखा मोदी जी ने विंझीजम बंदरगाह का लोकार्पण किया। दक्षिण एशिया की सबसे अच्छी कंटेनर हैंडलिंग तकनीक के साथ ये केरल के विकास में कंट्रीब्यूट करेगा। നാം കണ്ടു, നരേന്ദ്രമോദി വിഴിഞ്ഞം പദ്ധതി അടക്കമുള്ള നിരവധി വികസന പദ്ധതികൾക്ക് തറക്കല്ലിട്ടുകൊണ്ട് കേരളത്തിന്റെ വികസനത്തിന് ഗതിവേഗം കൂട്ടി. 4000 करोड़ से ज्यादा की केंद्रीय योजना उसी दिन लोकार्पण किया। 4000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് രാഷ്ട്രത്തിന് നരേന്ദ്രമോദി സമർപ്പിച്ചത്. जिसमें 1800 करोड़ का ड्राई डॉक शामिल है। അതിൽ 1800 കോടി രൂപയുടെ और मोदी सरकार ने ड्राई डॉक, കൊച്ചിയിലെ ഡ്രൈ ഡോക്ക് പദ്ധതി 1800 കോടി രൂപയുടെ പദ്ധതി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. 65,000 करोड़ 40 नेशनल हाईवे के लिए भारतीय जनता पार्टी ने दिल्ली से भेजा। 14 ദേശീയ പാതകൾക്കായി 65,000 കോടി രൂപയുടെ ഭരണാനുമതിയാണ് മോദി സർക്കാർ നൽകിയത്. 2 वंदे भारत ट्रेनों से 11 जिलों को 11 डिस्ट्रिक्ट को जोड़ने का काम किया। 2 വന്ദേ ഭാരത് ട്രെയിനുകളിൽ കൂടി 11 ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് 2 വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിച്ചു. और 2004 में केरल का रेलवे के लिए बजट सिर्फ 372 करोड़ था, उसको बढ़ाकर 3700 करोड़ करने का काम नरेंद्र मोदी जी ने किया है। പ്രിയപ്പെട്ടവരെ, 2004 കേരളത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന റെയിൽവേ ബജറ്റ് എന്നുള്ളത് 372 കോടി രൂപയുടേതായിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ അത് വർദ്ധിപ്പിച്ചിന്ന് 3700 കോടി രൂപയുടെ റെയിൽ വികസനമാണ് കേരളത്തിൽ ഇന്ന് നടക്കുന്നത്. इसके अलावे 3000 करोड़ 100% इलेक्ट्रिफिकेशन रेलवे का इसके लिए हमने किया। 100% റെയിൽ ലൈനുകൾ വൈദ്യുതീകരിക്കുന്നതിന് 3000 കോടി രൂപ ഇത് കൂടാതെ അനുവദിച്ചിട്ടുണ്ട്. बहुत लंबी सूची है। कांग्रेस सरकार से अनेक गुना पैसा नरेंद्र मोदी जी ने केरल के विकास के लिए भेजा है। इसका पूरा लिस्ट, आना पाई का हिसाब मैं आज भाजपा कार्यालय से प्रेस नोट के माध्यम से सार्वजनिक करूंगा। ഇവിടെ വലിയ പട്ടികയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസന കാര്യത്തിൽ പറയാനുള്ളത്. UPA സർക്കാരിന്റെ കാര്യത്തേക്കാൾ പല മടങ്ങ്, UPA സർക്കാരിന്റെ കാലത്തേക്കാൾ പല മടങ്ങ് കോടി രൂപയുടെ വികസനമാണ് നരേന്ദ്രമോദി സർക്കാർ കേരളത്തിനായി തന്നിട്ടുള്ളത്. ഇതിന്റെ അണ പൈസ മുറിയാതെയുള്ള കണക്ക്, കൃത്യമായ കണക്ക് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓഫീസ് വഴി നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിച്ചു തരുന്നതാണ്. भाइयों बहनों, इस सब के साथ साथ मोदी जी ने सालों से पेंडिंग देश के कई उलझे हुए सवालों का जवाब लाने का काम किया है।
ഇതിനോടൊപ്പം തന്നെ ഈ രാജ്യത്ത് മുടങ്ങിക്കിടന്ന നിരവധി പദ്ധതികൾക്ക് നരേന്ദ്രമോദി സർക്കാർ ജീവൻ നൽകി. मुझे जरा हाँ ना में जवाब दीजिएगा. നിങ്ങൾ അതെ അല്ലെങ്കിൽ അല്ല എന്ന് ഉത്തരം പറയണം. धारा 370 हटानी चाहिए या नहीं हटानी चाहिए? 370 വകുപ്പ് മാറ്റണമോ വേണ്ടയോ? जरा जोर से बोले, हटानी चाहिए या नहीं हटानी चाहिए? राम मंदिर बनाना चाहिए या नहीं बनाना चाहिए? രാമമന്ദിർ വേണമോ വേണ്ടയോ? पीएफआई पर बैन लगाना चाहिए या नहीं लगाना चाहिए? പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമോ വേണ്ടയോ? ट्रिपल तलाक हटाना चाहिए या नहीं हटाना चाहिए? മുത്തലാഖ് നിരോധിക്കണമോ വേണ്ടയോ? अरे वक्फ अमेंडमेंट बिल लाकर वक्फ बोर्ड में से करप्शन समाप्त करना चाहिए या नहीं करना चाहिए? വഖഫ് ഭേദഗതി ബില്ലിൽ കൂടി വഖഫ് ഭൂമിയിലുള്ള അഴിമതി അവസാനിപ്പിക്കണമോ വേണ്ടയോ? ये सारी चीजों के लिए ना एलडीएफ सहमत है ना यूडीएफ सहमत है. ഈ മുഴുവൻ केवल और केवल मोदी जी के नेतृत्व में ये सारे काम भारतीय जनता पार्टी ने किए. ഈ മുഴുവൻ കാര്യങ്ങളും ഈ അഴിമതി അവസാനിപ്പിക്കുന്നതിന് LDFO UDFO സമ്മതമല്ല. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ മാത്രമാണ് ഇത് അവസാനിപ്പിക്കാൻ തയ്യാറായത്.